Hi, welcome to Light on Lab. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മൾ ജാങ്കോ പ്രൊജക്റ്റിൻ്റെ അകത്ത് സ്റ്റാറ്റിക്സ് ഫയൽസിനെ ലോഡ് ചെയ്യിപ്പിക്കാം, എങ്ങനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം എന്നാണ്. ശരിക്കും നമ്മളൊരു ആപ്പ്, അതായത് നമ്മുടെ ഒരു പ്രൊജക്റ്റ് നമ്മൾ ഡിപ്ലോയ് ചെയ്ത് ലൈവ് ആകുമ്പോൾ ചിലപ്പോൾ അത് സ്റ്റാറ്റിക് ഫയൽസ് ലോഡ് ചെയ്യുന്നതൊക്കെ AWS ഒക്കെ യൂസ് ചെയ്തായിരിക്കും. പക്ഷെ നമുക്കിപ്പോൾ ലോക്കൽ സെർവറിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിപ്പോൾ ലോക്കലായിട്ട് നമ്മുടെ പ്രൊജക്റ്റിൽ അത് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടി എങ്ങനെ നമുക്ക് ജാങ്കോയിൽ സ്റ്റാറ്റിക്സ് ഫയൽസ് ലോഡ് ചെയ്യിപ്പിക്കാം എന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റാറ്റിക് ഫയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ CSS ഫയൽ, ജാവാസ്ക്രിപ്റ്റ് ഫയൽസ്, അങ്ങനെ ഉള്ള ഫയൽസിന് ആണ് സ്റ്റാറ്റിക് ഫയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുവേണ്ടി നമ്മുടെ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. പ്രൊജക്റ്റിൻ്റെ അകത്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിൻ്റെ അകത്ത് ഏറ്റവും അവസാനമായിട്ട് സ്റ്റാറ്റിക് _URL എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് തൊട്ട് മേളിലായിട്ടൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് നോക്കാം ലിങ്കിൽ എന്താ കൊടുത്തേക്കണേ, എങ്ങനെയാണ് ഈ സ്റ്റാറ്റിക് ഫയൽസ് ലോഡ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള ജാങ്കോയുടെ ഡോക്യുമെന്റേഷൻ ആണത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റാറ്റിക്സ് ഫയൽസ് എങ്ങനെയാണ് ലോഡ് ചെയ്യിക്കേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ ഡോക്യുമെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് നോക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഇവിടെ ഈ കാണുന്ന പോർഷൻ ഇത്രയും കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ പ്രോജക്റ്റിൻ്റെ അകത്ത് ഏറ്റവും ലാസ്റ്റായിട്ട് സ്റ്റാറ്റിക് _URLന്റെ അടിയിലായിട്ട് അത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മുടെ ഒരു ഇത് മാറ്റി കളയുക. ഇവിടെ ഡിലീറ്റ് ചെയ്യുക. അവിടെ സ്റ്റാറ്റിക് എന്ന് മാത്രം കൊടുക്കുക. ഈ പാത്തിലാണ് നമ്മുടെ സ്റ്റാറ്റിക് ഫയൽ നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ അകത്ത് നമ്മൾ സ്റ്റാറ്റിക് എന്ന നെയിമുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റാറ്റിക് എന്ന നെയിമുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ റൂട്ട് പറഞ്ഞു കൊടുക്കണം. അതായത് ഇത് സെർവ് ചെയ്യേണ്ട റൂട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിനുവേണ്ടി താഴെ സ്റ്റാറ്റിക് _root is equal to os.path.join. വീണ്ടും നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ പാത്തോടെ ഡിലീറ്റ് ചെയ്ത് കളയാം. പാത്തല്ല, ജോയിൻ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്കൊരു ഡയറക്ടറി നെയിം കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ബേസ് ഡയറക്ടറി അകത്ത് വേണം ആ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാൻ. അതിനുവേണ്ടി ബേസ് ഡയറക്ട്, എന്നിട്ട് അതിൻ്റെ പുറത്തായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഡയറക്ടറിയുടെ നെയിം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ നെയിം സ്റ്റാറ്റിക് _my project എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇവിടെ നിന്നാണ് നമ്മുടെ അതായത് പ്രൊജക്റ്റിനുള്ള സ്റ്റാറ്റിക് ഫയൽസ് എല്ലാം സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്റ്റാറ്റിക് _pro എന്ന് കൊടുത്തു. എന്നിട്ട് ഈ ഡയറക്ടറിക്കകത്ത് വേറൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കോമ ഇട്ടതിന് ശേഷം ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ആ ഡയറക്ടറിയുടെ നെയിം പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റാറ്റിക് _root എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇനി നമ്മുടെ URL ഓപ്പൺ ചെയ്യുക. ഇവിടെ OSൻ്റെ ഇവിടെ റെഡ് ലൈൻ ആണ് കിടക്കുന്നത്, അത് ഇററാണ്. അപ്പോൾ നമ്മൾ ആ ഇമ്പോർട്ട് OSനെ ഇമ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഏറ്റവും ടോപ്പിലായിട്ട് ഇമ്പോർട്ട് OS. ഓക്കെ, ഇത്രയും പാർട്ട് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ഫയൽസ് ഒരിക്കലും നമ്മുടെ പ്രൊജക്റ്റിൽ ലോഡ് ആവത്തില്ല. അപ്പോൾ അത് നമ്മുടെ പ്രൊജക്റ്റിൽ ലോഡ് ചെയ്യാൻ വേണ്ടി URLs ഓപ്പൺ ചെയ്യുക. URLs ഓപ്പൺ ചെയ്തതിന് ശേഷം ജാങ്കോയുടെ ഡോക്യുമെന്റേഷനിൽ പോവുക. എന്നിട്ട് ഈ പാർട്ടിൽ ഫസ്റ്റ് ഇത്രയും പാർട്ട് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഈ പാർട്ട്
ടോപ്പിലായിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇത്രയും പാർട്ട് ഇവിടെ ഡിലീറ്റ് ചെയ്ത് കളയുക. ഈ കാണുന്ന ഇത്രയും പാർട്ട് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഈ പാറ്റേൺസ് കോപ്പി ചെയ്തെടുത്ത് ഇവിടെ വീണ്ടും പേസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ സ്റ്റാറ്റിക് ഫയലിൻ്റെ ഈ സ്റ്റാറ്റിക് ഫോൾഡറിൻ്റെ അകത്താണ് നമ്മൾ ഓരോ ഫയലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കൊരു CSS ഫയൽ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ ഒരു ഡയറക്ടറി ഓപ്പൺ ചെയ്യുക, ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ CSS എന്ന നെയിം കൊടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മളൊരു CSS ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ main.css. ഓക്കെ, എൻ്റർ കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു CSS ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പേജിന്, ഹോം പേജിന് ബോഡിക്കൊരു കളർ കൊടുക്കാം, ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ. അതിനുവേണ്ടി ബോഡി ബാക്ക്ഗ്രൗണ്ട് കളർ. ഓക്കെ, കളർ ഇപ്പോൾ ഞാൻ റെഡ് കൊടുത്തു. ഇതിന് ശേഷം നമുക്ക് നോക്കാം, ഈ സ്റ്റാറ്റിക് എന്ന് കൊടുത്ത് നമ്മുടെ കളക്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ടെർമിനലിൻ്റെ അകത്ത് നമ്മൾ python manage.py collect static. ഓക്കെ, എന്നിട്ട് എൻ്റർ അടിക്കുക. യെസ്. അപ്പോൾ ഒരു സ്റ്റാറ്റിക് ഫയൽ കളക്ട് ആയിട്ടുണ്ട്, കോപ്പി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ static_pro എന്ന് പറയുന്നൊരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൻ്റെ അകത്ത് CSS എന്ന് പറയുന്നൊരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത, അതായത് സ്റ്റാറ്റിക്കിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു CSS ഫയൽ, main.css ഫയൽ. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്താലും ഇവിടെ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത്, അതായത് സ്റ്റാറ്റിക് പ്രോയിലോട്ട് അത് വരും. അപ്പോൾ ഈ സ്റ്റാറ്റിക് പ്രോയാണ് ഈ നമ്മുടെ പ്രോജക്റ്റിന് വേണ്ട സ്റ്റാറ്റിക് ഫയൽസിനെയൊക്കെ സർവ് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റാറ്റിക് ഫയൽ നമ്മൾ ഇവിടെയാണ് സേവ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്മുടെ പേജിലോട്ട് അത് കൊണ്ടുവരാൻ വേണ്ടി HTML home.html ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് കൊടുക്കേണ്ടത് ഈ സിൻടാക്സ് ആണ്, ലോഡ് സ്റ്റാറ്റിക്. അതായത് കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിൻ്റെ അകത്ത് മോഡുലസ്, അതിൻ്റെ അകത്ത് ലോഡ് സ്റ്റാറ്റിക്. എന്നിട്ട് നമ്മുടെ പേജിനെ, അതായത് നമ്മുടെ CSS ഫയലിനെ ഇവിടെ ലോഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഫസ്റ്റ് ലിങ്ക് ടാഗ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സ്റ്റൈല്, ഓക്കെ, എന്നിട്ട് റെഫറൻസിൻ്റെ അവിടെ നമ്മുടെ ഫയലിനെ ലോഡ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇവിടെ നമ്മുടെ ഡബിൾ കോട്ട്സ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് 2 ഡബിൾ കോട്ട്സ് ഇവിടെ ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഫയൽ ലോഡ് ചെയ്യാൻ വേണ്ടി കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് മോഡൽ സൈൻ ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ അകത്ത് ലോഡ് സ്റ്റാറ്റിക്, അതിനുവേണ്ടി സ്റ്റാറ്റിക് എന്ന് ടൈപ്പ് ചെയ്യാം. ഇവിടെ സ്റ്റാറ്റിക്. എന്നിട്ട് എവിടെയാണോ നമ്മുടെ ഫയൽ, സ്റ്റാറ്റിക് ഫയൽ എവിടെയാണോ ആ ഫയലിൻ്റെ പാത്ത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ css/main.css. ഓക്കെ, എന്നിട്ട് നമ്മുടെ പേജ് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ ഹോം പേജ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് റീഫ്രഷ് ചെയ്യുക. ഓക്കെ, നമ്മുടെ സെർവർ റൺ ചെയ്യിപ്പിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, എന്നിട്ട് റീഫ്രഷ് ചെയ്ത് നോക്കുക. ഓക്കെ, ഫയൽ ലോഡായി വേണ്ട. ഓക്കെ, ഫയൽ ലോഡായിട്ടില്ല, എന്തൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് നമുക്കത് നോക്കാം. ഫസ്റ്റ് ഇവിടെ കറക്റ്റാണ്. നമുക്ക് നമ്മുടെ CSS ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെയാണ് മിസ്റ്റേക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു. ഇനി ജസ്റ്റ് നമ്മുടെ പേജ് ഒന്ന് നമുക്ക് റീഫ്രഷ് ചെയ്ത് നോക്കാം.
ഓക്കെ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു മീഡിയ റൂട്ടും കൂടെ സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഫസ്റ്റ് സ്റ്റാറ്റിക് അണ്ടർസ്കോർ URL കോപ്പി ചെയ്തെടുക്കുക, എന്നിട്ട് അതിൻ്റെ താഴോട്ട് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ നെയിം മാറ്റി കൊടുക്കുക, മീഡിയ അണ്ടർസ്കോർ URL, എന്നിട്ട് ഈ സ്റ്റാറ്റിക് എന്നുള്ളത് മീഡിയ എന്നാക്കുക. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റാറ്റിക് റൂട്ടും കോപ്പി ചെയ്തെടുക്കുക, പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ നെയിം മാറ്റി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ സ്റ്റാറ്റിക് റൂട്ട് എന്ന് കൊടുത്തിട്ടുള്ളത് മാറ്റി മീഡിയ റൂട്ട് എന്നാക്കാം. ഓക്കെ, എന്നിട്ട് URL ഓപ്പൺ ചെയ്യുക. URLൻ്റെ അകത്ത് ഈ URL ആദ്യം ക്രിയേറ്റ് ചെയ്തത് ജസ്റ്റ് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നെയിം മാറ്റി കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ മീഡിയ റൂട്ട് എന്നാക്കും. ഓക്കെ, എന്നിട്ട് സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, കറക്റ്റായിട്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ കാര്യം കൂടെ URLസിൻ്റെ ഇവിടെ ചെയ്യണം. അതായത് ഇപ്പോൾ ഡീബഗ് മോഡിലാണ് കിടക്കുന്നത്. അപ്പോൾ മാത്രം നമുക്ക് ഈ ഫയൽ റൺ ആയാൽ മതി. സെറ്റിംഗ്സ് ഡീബഗ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫയല് അപ്പോൾ മാത്രം റൺ ചെയ്താൽ മതി. ജസ്റ്റ് കാരണം ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് ഇത് AWSലൊക്കെ സ്റ്റോർ ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഡീബഗ് ചെയ്യുമ്പോൾ മാത്രം ഈ ഫയൽ ഇവിടെ ലോഡ് ആയാൽ മതി. ലൈവ് ആവുമ്പോൾ ആ ഫയൽ ലോഡ് ആവുന്നുണ്ട്. അതിന് വേറെ കുറേ കാര്യങ്ങൾ കൊണ്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ലോഡ് ആവാൻ വേണ്ടി ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു ഇമേജ് ഫയലും കൂടെ ഇവിടെ സ്റ്റാറ്റിക്സിൻ്റെ അകത്ത് നമുക്ക് ഓക്കെ സ്റ്റാറ്റിക്സിൻ്റെ അകത്തായിട്ട് നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. നെയിം ഇമേജ് എന്ന് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്കൊരു ഇമേജ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇമേജ് ഇങ്ങോട്ട് കോപ്പി ചെയ്തെടുത്തിടാം. അതിനു വേണ്ടി ഫോൾഡറിൽ കോപ്പി ചെയ്തെടുത്തു. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അതിൽ ചെറിയ സ്പെൽ മിസ്റ്റേക്ക് ഉണ്ട്, നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇമേജിൻ്റെ റീനെയിം ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഇമേജ് എന്ന് പറഞ്ഞ ഒരു ഫയലുണ്ട്. ഈ ഇമേജ് ഫയലാണ് ഇതിൻ്റെ അകത്ത് കിടക്കണേ. ജസ്റ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് സ്റ്റാറ്റിക് ഫയലിനെ കളക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ സെർവർ. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് സ്റ്റാറ്റിക് അണ്ടർസ്കോർ പ്രോയിൽ പോവുക. അവിടെ മീഡിയ റൂട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഇമേജ് ഫയൽ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു ഫയലിനെ HTML ഫയലിൽ കാണിക്കാമെന്ന് നോക്കാം. HTML ഫയലിൽ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ചെറിയൊരു എറർ വന്നിട്ടുണ്ട്. നമുക്ക് മീഡിയ URLs ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മുടെ URLs എന്ന് പറഞ്ഞ് 2 തവണ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സംഭവിച്ചത്. അപ്പോൾ ഇനി വീണ്ടും ഒന്നുകൂടെ സെർവർ ടെർമിനേറ്റ് ചെയ്യുക. എന്നിട്ട് റൺ ചെയ്യുക. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ഇമേജിനെ നമ്മുടെ HTML ഫയൽ home.html ഫയൽ ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടി കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മൾ ഹെഡിങ്ങിൻ്റെ താഴെയായിട്ട് ഒരു ഇമേജ് ടാഗ് ഓപ്പൺ ചെയ്യുക. src ഈക്വൽ ടു അതിൻ്റെ അകത്തായിട്ട് നമ്മുടെ ഇമേജിൻ്റെ പാത്ത് പറഞ്ഞു കൊടുക്കണം. അതിനുമുമ്പ്
സ്റ്റാറ്റിക്. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഇമേജിൻ്റെ പാർട്ട് എവിടെയാണോ അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇമേജ് / ഇമേജിൻ്റെ നെയിം. അപ്പോൾ നമ്മുടെ ഈ ഇമേജിൻ്റെ നെയിം കുറച്ച് മാറ്റി കൊടുക്കാം. മൈ എന്ന് പറഞ്ഞ് ഇമേജ് കൊടുക്കാം. my ഫയലാണ്. ഓക്കെ, എന്നിട്ട് സ്പേസ് കൊടുക്കും. എന്നിട്ട് നമുക്കൊരു ക്ലാസ് കൂടെ കൊടുക്കാം. ക്ലാസ് ഫ്ലൂയിഡ് കൊടുക്കാം. ഇമേജ് -fluid. ഓക്കെ, എന്നിട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ പേജ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ബ്രൗസർ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് റിഫ്രഷ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഇമേജ് ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇന്ന് നോക്കിയത് എങ്ങനെയാണ് സ്റ്റാറ്റിക് ഫയൽ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ അകത്ത് ലോഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ എല്ലാവരും ലേൺ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.